ഹായ് ഗൈസ്, ഒരിക്കൽ കൂടി മാസ്റ്റർ ഐഡിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ചായ കുടിക്കുന്ന ഒരു കപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചായ കുടിക്കുന്ന ഒരു കപ്പ്. അപ്പം ഇത് ചിരട്ടയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചായ കുടിക്കുന്ന കപ്പ് ഒരു സോസും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിമ്പിൾ വർക്കാണ്. അപ്പം ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി അടുത്തുള്ള ബെല്ലൈക്കോടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുത്തൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം സിമ്പിൾ വർക്കാണ്. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി ഇൻട്രോ പോയി കണ്ടിട്ട് എന്നിട്ട് നമുക്ക് പണി തുടങ്ങാം. കപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ചിരട്ട വേണം. ഇതുപോലെ നല്ല നീളമുള്ള ഒരു ചിരട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ണുള്ള ഒരു ചിരട്ടയാണ്. പിന്നെ നമുക്ക് നല്ല ഒരു പരന്ന ചിരട്ട നമുക്ക് ആവശ്യമുണ്ട്. കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പരന്ന ചിരട്ട നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ 3 ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പീസ് ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ടൊരു ഫ്ലഷ് കുക്ക് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഒട്ടിക്കാൻ തന്നെ ചിരട്ടപ്പൊടി തന്നെയാണ്. ഇത് ചിരട്ടപ്പൊടി അരിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് സാൻഡ് പേപ്പർ വേണം. സാൻഡ് പേപ്പർ നമ്മൾ ആഡും നോർമലും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആഡ് ഒരു പലകയിലും നോർമലും ഒരു പലകയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ആഷോ ബ്ലേഡും ഫ്രെയിമും കൂടെ വേണം. അപ്പം ഞാൻ ആഷോ ബ്ലേഡും ഫ്രെയിമും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ പരന്ന ഇതുപോലത്തെ ചിരട്ട എടുത്തിട്ട് അതിൻ്റെ നീളം ഒന്ന് കുറയ്ക്കണം. ഞാൻ നീളം കുറയ്ക്കാൻ വേണ്ടി സൈഡൊന്ന് കട്ട് ചെയ്ത് റൗണ്ടിലൊന്ന് കട്ട് ചെയ്യുവാണ്. നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുവാണ്. നിങ്ങൾ സൂക്ഷിച്ച് മുറിക്കാൻ നോക്കുക, കയ്യിലൊന്നും ആഷോ ബ്ലേഡ് കയറാതിരിക്കാൻ നോക്കുക. ഞാൻ റൗണ്ട് കട്ട് ചെയ്തെടുക്കുവാണ്. നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇപ്പം നല്ലൊരു പരന്ന പോലെ ചിരട്ട പോലെ ആയി. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് കണ്ണുള്ള ചിരട്ട കണ്ണൊന്ന് കുത്തിപ്പൊട്ടിക്കാം. കണ്ണൊന്ന് കുത്തിപ്പൊട്ടിച്ചിട്ട് ഇതുപോലെ നമ്മളൊരു സാൻഡ് പേപ്പർ ചുരുട്ടി എടുത്തിട്ട് അകത്ത് കയറ്റി നല്ലപോലെ ഉരച്ചെടുക്കണം. നമ്മളൊരു വിരൽ കയറാൻ അനുസരിച്ചുള്ളൊരു കിഴുത്തി അയക്കണം അത്. അപ്പോൾ അതുപോലെ നമ്മൾ ഉരച്ചെടുക്കണം. ഞാൻ എൻ്റെ ഒരു വിരൽ കയറ്റുന്ന അളവിൽ ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു വിരൽ കയറും ഇതിനകത്ത്. നമ്മളിനി സ്ക്വയർ ഷേപ്പിൽ അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. നമ്മൾ സ്ക്വയർ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പിടി വെച്ച് കൈ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇരുത്തിയിട്ടത്. ഇനി നമുക്ക് ഇതൊക്കെ നമുക്ക് ഉരച്ചെടുക്കണം. ഇതിന് നമ്മളൊരു പരിപാടിയില്ല. ഇത് നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി. ഈ ചിരട്ട, നീളമുള്ള ഈ ചിരട്ട. അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതുപോലെ പീസ് ചിരട്ട എടുക്കുക. നിങ്ങൾ വേണമെങ്കിൽ വേറെ ചിരട്ട എടുത്തിട്ട് ഒരു പേന കൊണ്ട് വല്ലതും വട്ടം വരയ്ക്കുക. വട്ടം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് വട്ടം വരയ്ക്കുന്നത്. ഞാൻ ഏകദേശം ഒരു വട്ടം വരച്ചെടുക്കുവാണ്. നിങ്ങൾ ക്യാമറയിൽ കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു വട്ടം വരച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ വട്ടം കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ വട്ടം നല്ലപോലെ ഉരച്ചെടുക്കണം. നമ്മൾ വട്ടം എല്ലാം ഉരച്ചെടുക്കണം. നമ്മുടെ എല്ലാ സാധനവും നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന അതുപോലെ പിടി സംഭവം എല്ലാം നമ്മൾ ഉരച്ചെടുക്കണം. മറ്റേ ചിരട്ട എല്ലാം നമ്മൾ ഉരച്ച് വൃത്തിയാക്കിയെടുക്കണം. നമുക്ക് ഉരയ്ക്കുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെല്ലാം ഉരച്ചെടുത്തു. അപ്പോൾ എല്ലാം ഉരച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം നമ്മൾ ഉരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും നമ്മൾ ചിരട്ട എല്ലാം ഉരച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പിടി വെക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ പിടി വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചിരട്ട കുറച്ച് നീളം നമ്മൾ കുറച്ചു. എന്നിട്ട് നമ്മളൊന്ന് സൈഡൊക്കെ ഒന്ന് നല്ലപോലെ
സൈഡൊക്കെ നമുക്കൊന്ന് വെട്ടിക്കളയണം. നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടി ഒന്ന് വെട്ടിക്കളയണം. സൈഡ് മൊത്തം 4 സൈഡ് നമുക്ക് വെട്ടിക്കളയണം. ഞാൻ 4 സൈഡും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ 4 സൈഡ് ഇനി ഉരച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പം നമ്മൾ പലകയെടുത്ത് ഉരച്ച് വൃത്തിയാക്കുവാണ്. നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇത് ഫിറ്റ് ചെയ്യണം. നമ്മുടെ ഈ പിടി ഫിറ്റ് ചെയ്യണം. നമ്മൾ ഉരയ്ക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ഒട്ടിക്കുന്ന പരിപാടിയേ ഉള്ളൂ. നമ്മൾ ഫ്ലെക്സ് കുക്ക് എടുത്ത് പിടി സെറ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ നല്ല ഭാഗം എവിടെയാണെന്ന് വെച്ച് നോക്കി ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് പശ ഒഴിച്ച് കൊടുക്കുക. പശ ഒഴിച്ച് കൊടുക്കുവാണ്. കുറച്ച് ചിരട്ടപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കണം. കാരണം സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ചിരട്ടപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അവിടെയും കുറച്ച് ബാക്കിലും കുറച്ച് ചിരട്ടപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് പ്ലസ് കുക്കും കൂടെ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ കയ്യിലൊന്നും വീഴ്ത്താതെ നോക്കുക. പ്ലസ് കുക്ക് പൊള്ളുന്ന പശയാണ് പ്ലസ് കുക്ക്. അപ്പം കയ്യിലൊന്നും വീഴ്ത്താതെ നിങ്ങൾ നോക്കുക. പിന്നെ അടുത്ത് നമ്മൾ താഴെ വശം ഇതുപോലെ നമ്മൾ വട്ടത്തിൽ ചെയ്തെടുത്ത ചിരട്ട ഇതിൽ കുറച്ച് പശ ഒഴിച്ചിട്ട് അതുപോലെ പ്ലസ് കുക്ക് ഒഴിച്ചിട്ട് കുറച്ച് ചിരട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പശ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുണ്ടാക്കിയെടുത്ത കപ്പിൻ്റെ സ്റ്റാൻഡായിട്ട് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ വട്ടം എടുത്തത്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. നേരെ ഒട്ടിച്ചെടുക്കണം നിങ്ങൾ. ഞാൻ ഏകദേശം നേരെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡിൽ ഒന്നുകൂടെ പശയൊക്കെ ഒഴിച്ച് കൊടുക്കുക. കാരണം ഒട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒട്ടിയിരിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഒട്ടിച്ചെടുത്തു. നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മളൊരു ചിരട്ട പീസ് വെട്ടിയത് താഴെ വെച്ചതാണ്. നമ്മൾ താഴെ സ്റ്റാൻഡിന് വേണ്ടി വെച്ചതാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ വാർണിഷ് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒട്ടിയൊരു പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വാർണിഷ് അടിക്കണം. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ നമ്മൾ കപ്പൊക്കെ ഒന്ന് നല്ലപോലെ തുടയ്ക്കണം. ഞാൻ വാർണിഷ് അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഞാൻ മൊത്തം വാർണിഷ് അടിച്ചെടുത്തു. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കാം. അപ്പം നമ്മളിവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം വെയിലൊന്നുമില്ല. ഇപ്പം ഒരു മഴക്കോളിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം വെയിലൊന്നുമില്ല. അപ്പം നമുക്കൊരു ഈസി ആയിട്ട് ചിരട്ട കൊണ്ട് ഒരു കപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ചിരട്ട കൊണ്ട് കപ്പുണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായവും നിർദ്ദേശമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അപ്പോൾ എൻ്റെ പണ്ടത്തെയൊക്കെ വീഡിയോ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പേ ഇട്ട വീഡിയോ ഒക്കെ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. അപ്പം ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുത്തൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരെ ബോണി മിന്നി ബിഗ് സൈനിങ് ഔട്ട്. മാസ്റ്റർ ഐഡിയാസിലേക്ക് സ്വാഗതം. ഈ പശു ഹായ് ഗൈസ്. ഒരിക്കൽ കൂടി മാസ്റ്റർ ഐഡിയാസിലേക്ക് 1 2 3 4 1 3. അപ്പം അടുത്ത വീഡിയോ വരെ ബോണി മിന്നി ബിഗ് സൈനിങ് ഔട്ട്.